ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളല്ല ഈ സിന്തറ്റിക് അല്ലെ ലഹരി ഐറ്റങ്ങൾ, ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും. അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സാധനത്തിന് കേരളത്തിലേക്ക് എൻട്രി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻട്രി കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ കേരളത്തിലേക്ക് അവർ അതിക്രമിച്ച് കൊണ്ടുവന്നു. ഈ കേരളത്തിൽ വന്നതിന് ശേഷം ഇത്രയും സന്നാഹങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയില്ലേ? എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. നാവിനടിയിൽ നിന്ന് ഉമിനീരെടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഊതി കഴിഞ്ഞാൽ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും എന്നൊക്കെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇറക്കിയെന്നൊക്കെ അറിയാൻ സാധിച്ചു. ഇടയ്ക്ക് ഭയങ്കര പ്രദർശനമൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം അതുമില്ല. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പം സർക്കാരിന്റെ കൂടെ ഉള്ളവർ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ സർക്കാരിനെ സംരക്ഷിച്ചല്ലേ പറ്റും. അതാണ് വേറൊരു വസ്തുത. എന്തൊരു കഷ്ടമാണല്ലേ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ ചെയ്യുന്നവന് പോലീസ് പ്രൊട്ടക്ഷനും, ഇനി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് പോകുന്നവനെ ഡീബാർ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇരട്ടത്താപ്പും ഇരട്ട നയങ്ങളൊക്കെ എന്ന് പറയാൻ നമ്മുടെ ഈ ഒരു സർക്കാരിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സർക്കാരിന് ഒന്നടങ്കം കുറ്റം പറയുന്നതല്ല, പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്തെങ്കിലും സർക്കാർ ഇത്തിരിയെങ്കിലും ആത്മസമീപനം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ എടുത്തിട്ട് പൊങ്കാലയിടും. പിന്നെ ഇനി ഭരണം വേണ്ട എന്ന് ഉറച്ച തീരുമാനം ഉള്ളതുകൊണ്ട്